അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള 2-3 അപ്ഡേറ്റുകളെ പറ്റിയിട്ടാണ്. അത് തന്നെ പറയട്ടെ, എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ആവശ്യമാണ്. എന്തായാലും നമുക്ക് അപ്ഡേറ്റിൽ കിടക്കാം. നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നോഹ സദോയ്, നമ്മുടെ ഏറ്റവും നിർണായകപ്പെട്ട ഒരു താരമാണ് നോഹ സദോയ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് പരിക്കായിരുന്നു. അദ്ദേഹം പരിക്ക് കാരണം കുറച്ച് മത്സരങ്ങൾ കളിച്ചില്ലായിരുന്നു. എന്നാലിപ്പോൾ അദ്ദേഹം പരിക്കിൽ നിന്ന് വിമുക്തനായിട്ട് അടുത്ത മത്സരം കളിക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും റീഹാബിറ്റേഷൻ പ്രവർത്തനങ്ങളിലാണ് നിൽക്കുന്നത്. വരുന്ന മത്സരത്തിലേക്ക് അദ്ദേഹം കളിച്ചേക്കാം എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹം കളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റ്, ഈ സീസൺ എന്തായാലും അവസാനിച്ചു. എന്നാലും നോഹ സദോയ്ക്ക് ഒരു കളി കളിച്ചോട്ടെ. കാരണം പുള്ളിക്കാരൻ അത്രയും കളിക്കാൻ ആഗ്രഹമുള്ള ഒരു പ്ലെയർ. ഞാൻ അതാണ് ശ്രദ്ധിച്ചത്. അത് അധികം റെസ്റ്റ് എടുക്കാനൊന്നും ആഗ്രഹിക്കുന്ന പ്ലെയറല്ല. അദ്ദേഹത്തിന് ഇവിടെ വേണ്ടി നല്ല കോമ്പറ്റീറ്റീവ്. പക്ഷേ അദ്ദേഹത്തിന് അത് കളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ കപ്പിലൊക്കെ അതൊരു ഗുണമായിരിക്കും. കാരണം കുറച്ച് കളിച്ച് ആ ഒരു ഇത് വന്നിട്ട് ഒരു മാസം വെറുതെ പോക്കണ്ടല്ലോ. വെറുതെ ഒരു കളി കൂടെ കളിച്ചോട്ടെ. അവസാനത്തെ കളിയല്ലേ, കളിക്കട്ടെ. പിന്നെ ഹൈദരാബാദിനെതിരെയുണ്ട്. രണ്ടല്ലോ ഒരു കളി കളിച്ചോട്ടെ നോഹ സദോയ്. കാരണം നമുക്ക് സൂപ്പർ കപ്പിൽ ഇദ്ദേഹത്തേക്ക് ആവശ്യമാണ്. സൂപ്പർ കപ്പ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു അപ്ഡേറ്റാണ് കോറു സിങ്ങിനെ പറ്റില്ല. കോറു സിങ്ങിനായിട്ട് ഒരുപാട് ക്ലബ്ബുകൾ ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും കോറു സിങ്ങിനായി നമ്മൾ 2028 വരെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുണ്ട്. എന്തായാലും അത് നമുക്ക് എന്തായാലും സമാധാനമാണ്. ഇനിയിപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് അടുത്ത് വിൽക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും കാണാം. നമുക്കൊരു നല്ല കോച്ചിൻ്റെ കുറവും കൂടി ഉണ്ട്. കോച്ചും കൂടി വരാണ്ടിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാനാണ് മാനേജ്മെൻറ്റ് എൻ്റെ തലപ്പത്തെങ്കിൽ ഞാൻ എന്തായാലും ഇവാൻ വൊക്കോമനോവിച്ചിനെ തിരിച്ചു വിളിക്കും. കാരണം ഇവാൻ വൊക്കോമനോവിച്ച് എന്ന് പറയുന്ന കോച്ച് ഉണ്ടാക്കിയൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അത് വെട്ടിക്കഴിഞ്ഞിപ്പോൾ ലൊബേറ വന്നാൽ കൂടി കഴിയുമോ എന്നുള്ളതാണ്. ലൊബേറയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒഡീഷയുടെ ഒരു അവസ്ഥ നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ലൊബേറക്കൊക്കെ നല്ലൊരു പ്ലെയേഴ്സിനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയുക, അഹമ്മദ് ജാവൂവിനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്നെ ലൊബേറിൻ്റെയൊക്കെ കിളി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയൊരു സ്ക്വാഡ് കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അതേ ഒരു കപ്പ് അടിപ്പിച്ച് തരുമായിരിക്കും. പക്ഷേ ഇവാൻ ആശാനെ നമ്മൾ സ്ക്വാഡ് പോലും കൊടുക്കാതെയായിരുന്നു കഴിഞ്ഞ സീസൺ കളിപ്പിച്ചത്. ഇനി എത്ര നല്ല സ്ക്വാഡ് ഉണ്ടെങ്കിൽ ഇഞ്ചുറികൾ കാരണം നഷ്ടപ്പെട്ടു പോയ സീസൺ തന്നെ പറയേണ്ടി വരും. അതിൻ്റെ പകുതിക്ക് വെച്ച് ഒരുപാട് പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. 10ഓളം പ്ലേയേഴ്സിന് മുകളിൽ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് നോക്കണം കഴിഞ്ഞ സീസണ്. ആ സീസൺ എന്ന് പറഞ്ഞാൽ പരിക്കുകൾ കൊണ്ട് മാത്രം കൈവിട്ട് പോയൊരു സീസൺ തന്നെ പറയേണ്ടി വരും. സൂപ്പർ കപ്പിലൊക്കെ നമ്മുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അത് ആ ഒരു സീസൺ നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടാണ് ടേബിൾ ടോപ്പേഴ്സായിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചതെന്ന് കൂടി ഓർക്കാം. സോ ആ പെർഫോമൻസ് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ട്രോഫി അടിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നമ്മളൊരു കൺസിസ്റ്റൻ്റായി കളിക്കുന്നില്ല. ഇൻകൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഒരു 3 കളികൾ അടുപ്പിച്ച് ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 കളി സമനില, പിന്നെ ഒരു തോൽവി, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി തോറ്റുകൊണ്ടേയിരിക്കുന്നൊരു ടീമാണ്. നമുക്ക് വിജയത്തേക്കാൾ കൂടുതൽ നമ്മുടെ ചരിത്രത്തിൽ തോൽവികളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കൂടി ഓർക്കുക. ഞാനാണ് മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തേക്ക് എന്തായാലും ഇവാൻ വൊക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരും. അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ അപ്ഡേറ്റുകളെന്ന് പറയുന്നത്, നമ്മൾ ഈസ്റ്റ് ബംഗാളിലൊക്കെ ആരാധകരുടെ മൊത്തം പ്രശ്നത്തിലാണ്. കാരണം റഫറിയുടെ കോലം കത്തിച്ചും നമ്മുടെ കല്യാൺ ചൗബ, എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയുടെ, പിന്നെ അംബാനിയുടെ ഭാര്യ, നമ്മുടെ പേരിക്കറിയില്ല, ആ ചേച്ചീൻ്റെ കോലം കത്തിച്ചൊക്കെയാണ് ഇപ്പം അവരുടെ ആ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. സോ നമ്മുടെ ഒരു സെയിം കാര്യം, നമ്മൾ ഇത്രത്തോളം വയലൻസ് കാണിച്ചില്ല. സോ ഈസ്റ്റ് ബംഗാൾ ഫാൻസ് എന്നൊക്കെ പറയുന്നത്, ഈസ്റ്റ് ബംഗാളൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഒരു ക്ലബ്ബാണ്. 100 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ക്ലബ്ബാണ്. മോഹൻ ബഗാനൊപ്പം തന്നെയുള്ള പേര് ഉള്ള ക്ലബ്ബാണ്. മാത്രമല്ല അവർക്ക് 100 മുകളിൽ ട്രോഫികളുണ്ട്. പല ഫാൻസിനും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരൊക്കെ വിചാരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് മാത്രം പിടിച്ചിരിക്കുന്ന ക്ലബ്ബാണെന്നാണ്. എന്നാൽ സൂപ്പർ കപ്പ് മാത്രമല്ല അവർക്കുള്ളത്. അവർക്ക് മോഹൻ ബഗാനോ അത്ര ഇല്ലെങ്കിലും മോഹൻ ബഗാന് 300-ൽ പരം ട്രോഫികളുണ്ട്. മോഹൻ ബഗാനേക്കാൾ കുറച്ച് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഈസ്റ്റ് ബംഗാൾ ഉണ്ടാവുന്നത് തന്നെ. അതാണ് അവർക്ക് മെയിനായിട്ട് ട്രോഫികൾ കുറഞ്ഞു പോകാൻ കാരണം. ഈ പറയുന്ന കൊൽക്കത്ത ഡെർബിയിൽ ഏറ്റവും കൂടുതൽ ജയിച്ചിട്ടുള്ളതും ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. പക്ഷേ മോഹൻ ബഗാന് നിലവിൽ നല്ല ഫോമാണെങ്കിലും മോഹൻ ബഗാന് ആ പണ്ടത്തെ കാലത്ത് ഇത്ര ഫോമില്ലായിരുന്നു. ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.